ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പേജ് ഓഫ് വാൻസ്, ലവേഴ്സ്, ടു ഓഫ് സോഡ്സ്, ടു ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് ഫേസിലായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിസിഷൻ മൈൻഡ് സെറ്റിലായിരുന്നു. എന്ത് വേണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൽ നിന്നിരുന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. കറൻലി നിങ്ങളുമായിട്ട് ഒരു ഡിവൈൻ യൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹത്തിലാണ് കറൻലി ഈ ഒരു വ്യക്തിയുള്ളത്, അല്ലെങ്കിൽ അവർ ആ ഒരു ഡിസിഷനാണ് നിലവിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായി യൂണിവേഴ്സിനോട് ഇത് ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.